കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കഴിക്ക്. ഇന്ന് ഭാഗ്യം ഇവളും വന്നതുകൊണ്ടാ ദീപ നിങ്ങളുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത്. അല്ലെങ്കിലേ അമ്മായി അച്ഛനും മരുമോളും ഒന്നിച്ചായിരിക്കുന്നത്. അടുക്കളയിൽ ഇങ്ങേർക്കൊരു സഹായം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം മരുമകൾക്കുള്ള സ്ഥാനം അത്രയേ ഉള്ളൂ. അമ്മയ്ക്ക് 2 പെൺമക്കളാണല്ലോ. അവര് കല്യാണം കഴിച്ചു പോകുന്ന വീട്ടില് അമ്മായിയമ്മമാര് ഇങ്ങനെയൊക്കെ പറഞ്ഞ ചോദിച്ച കേട്ടില്ല അമ്മേ. അതെ, മരുമക്കൾക്കൊരു നിയമം, മക്കൾക്ക് മറ്റൊരു നിയമം. അങ്ങനെ തന്നെയാ. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ഭാഗ്യം? അതെ, നീ കൊടുത്തൊന്നും ഇവിടെ ആരും വിറ്റിട്ടില്ല. വേണമെങ്കിൽ പോകുമ്പോ ഇവളെയും കൂടെ കൊണ്ടങ്ങ് പൊയ്ക്കോ. എന്നാലും ശരി, ഈ വീടിന്റെ നിയമങ്ങൾ തെറ്റിക്കാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. മോള് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാ. അങ്ങനെ അറിവില്ലാത്ത മോളാണെങ്കിലേ ഇവളെയും കൊണ്ടിങ്ങോട്ട് വരരുതായിരുന്നു. വീട്ടിലെ ഇളയ കുട്ടിയാ, അതുകൊണ്ട് അതിൻ്റെതായ പക്വത കുറവുണ്ടാവും, ചാരുവിനെ പോലെ. അതും മോൻ പറഞ്ഞത് ശരിയാ കേട്ടോ. അല്ല, വെള്ളം എടുക്കാൻ മറന്നു, ഞാൻ എടുത്തോണ്ട് വരാം കേട്ടോ. ഭാഗ്യം, നീ ഇരട്ടച്ചങ്കുള്ള വില്ലേജ് ഓഫീസറാണെന്ന് എന്റെ മരുമോൻ പ്രേമം പറഞ്ഞു ഞാൻ അറിഞ്ഞായിരുന്നു. എന്നാ നീ കേട്ടോ, ഇതുപോലുള്ള സംസാരങ്ങള് ഭക്ഷണം കഴിക്കുമ്പോ ഉണ്ടായാൽ ഇത് കണ്ടോ, ആ ചിക്കൻ കറിയിലൊക്കെ നല്ല എരിവിടുന്ന കൂട്ടത്തിലാ ഗംഗ. നേരെ ൊക്കെ മുഖത്ത്. അതുപോലെ തന്നെ ഞാൻ തലമണ്ട അടിച്ചു പൊട്ടിച്ച ഒരു മരുമോളും ഉണ്ട്. ഞാൻ അങ്ങനെയാ. പിന്നെ ഇതൊക്കെ ഞാൻ വെട്ടിത്തുറന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാ നിന്റെ മോൾക്ക് കുറച്ചുകൂടെ വെളിവുണ്ടാവാനാ. എന്ന് വെച്ചാലേ, ഈ കല്യാണം നടക്കാൻ വേണ്ടി ഈ ഇരിക്കുന്നവൻ പറയേണ്ടതൊന്നും പറഞ്ഞു കാണില്ല. പക്ഷേ ജയിലിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് എല്ലാം പറഞ്ഞിട്ടേ പോവൂ. മോളതൊക്കെ അനുസരിച്ചോളും. എന്റെ വീട്ടിൽ ഒരു വഴക്കുണ്ടാക്കാത്തത് മോളാ. അനീത്തിയേട്ടന് വഴക്കിന് ചെന്നാലും മോൾ അവർക്കൊപ്പം നിൽക്കാറില്ല. ഇവള് സൽസ്വഭാവിയാണെന്നേ അമ്മയായി നീ അല്ലല്ലോ പറയേണ്ടത്, ഞങ്ങളല്ലേ. എന്തായാലും കുറച്ചു ദിവസം നിന്ന് നോക്കട്ടെ. ഈ ജോലിക്കൊക്കെ പോകുമ്പോ സ്ഥിരപ്പെടുത്തുന്നതിന് മുമ്പ് 2-3 മാസം ഒരു ട്രെയിനിങ് പീരീഡ് ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ അവള് നിക്കട്ടെ. ഈ വീട്ടിൽ വാഴുവെങ്കിൽ നിന്ന് പിഴയ്ക്കാം. അല്ലെങ്കിലേ നീ ഇങ്ങോട്ട് വരണമെന്നൊന്നുമില്ല, ഞാൻ തന്നെ കൊണ്ടാക്കിക്കോളാം. ഇനി എനിക്ക് ആരും ഇവിടെ ഒരു വിലയും തരില്ല. എന്റെ നട്ടല്ല എന്റെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നേൽ ഞാനത് ഭിത്തിയിലടിച്ചേനെ. ഇതുപോലെ വളഞ്ഞൊരു നട്ടല്ല ആർക്കും കൊടുക്കല്ലേ ഭഗവാനെ. അങ്ങനെ ഇന്ന് മോചനമായി അല്ലേ? അണ്ണാ, എങ്ങോട്ടാ ആദ്യമേ പോണ്ടത്? അങ്ങനെ നമുക്ക് പോവാൻ പ്രത്യേകിച്ച് ഇടമൊന്നും ഇല്ലല്ലോടാ. ഇപ്പൊ ഒരിടമുണ്ട്. ചേച്ചി ഒന്ന് പോയി കണ്ടാലാ? ചേച്ചിയുടെ അമ്മ അനുകൂലിച്ച സ്ഥിതിക്ക് അങ്ങോട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. നല്ല സ്വീകരണം കിട്ടും. അവരൊന്ന് തണുത്തെന്ന് കരുതി അങ്ങോട്ട് കയറി ചെല്ലുന്നത് ശരിയല്ല. പറഞ്ഞ പോലെ ഒരാൾ ആ പരിസരത്ത് രാത്രിയല്ലേ കിടന്ന് കറങ്ങും. ഇന്ന് രാത്രി അങ്ങോട്ട് പോകുന്നുണ്ടോ? തൽക്കാലം ഇല്ല. അല്ലെങ്കിലും പോകണ്ട, അന്ന് പോയപ്പോഴാ അപകടം ഉണ്ടായത്. അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. അവനിപ്പോ വീട്ടിലുണ്ടാവുമോ അതോ ജയിലിൽ പോയി കാണോ പരോള് കഴിഞ്ഞിട്ട്? ആ സദാനന്ദന്റെ മോൻ
അതിനെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞോളണം. പിന്നെ അങ്ങനൊരു ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് നേരിട്ട് പോയെങ്കിൽ സംശയം തീർക്കുന്നില്ലേ നല്ലത്? അത് നീ പറഞ്ഞ ശരിയാ. ആ നടക്ക്. അതെ, ചേരിയിൽ അമ്മമാരെല്ലാരും കൂടെ അണ്ണൻ ഇഷ്ടപ്പെട്ട ആഹാരം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. അണ്ണൻ വരുമെന്ന് അറിഞ്ഞിട്ടേ എല്ലാം കഴിക്കാൻ വയറിനെ പാകപ്പെടുത്തി വെച്ചേക്കണം. ദേ പോന്ന വഴിക്ക് ആ തട്ടുകടയിൽ കയറി ഒന്നും കഴിക്കരുതെന്നാ പറഞ്ഞത്. ചേരിയിലെ അമ്മമാരുടെ ഭക്ഷണം കഴിച്ചിട്ട് കുറെ നാളായി. അണ്ണന്റെ കൂടെ വന്നതിന് ശേഷം എനിക്കും ആ ഭാഗ്യം കിട്ടിയെന്ന. അണ്ണൻ അപകടം പറ്റിയെന്നറിഞ്ഞപ്പോഴേ അവരൊക്കെ പ്രാർത്ഥനയോട് പ്രാർത്ഥനയായിരുന്ന. സ്വന്തം അമ്മ പോയെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് അമ്മമാരുണ്ട്. അതൊരു ഭാഗ്യമാണ്. അണ്ണാ ഞാൻ ഓടിക്കാണ. ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. ബുള്ളറ്റ് ജഗം വീണെന്ന് കരുതി ആശ്വസിക്കുന്ന ചിലരൊക്കെ ഉണ്ട് ഈ നാട്ടില്. അവരുടെയൊക്കെ മുന്നിലൂടെ തല ഉയർത്തിപ്പിടിച്ച് എനിക്കൊന്ന് പോണം. നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് അറിയിക്കണം. എന്നാ പിന്നെ അണ്ണൻ തന്നെ വണ്ടി എടുക്കും. അണ്ണ അതെ, കവലയെ കൂടെ പോകുമ്പോഴേ ഞാൻ ഒച്ചത്തിൽ കൂവും. എന്റെ കൂവല കേൾക്കുമ്പോഴേ ഒരുമാതിരി പെട്ടവന്മാർക്കൊക്കെ അറിയാം അണ്ണ മുമ്പിലുണ്ടാവും. ഓട്ട് നിന്നെ പോലല്ല അട്ട. അവൻ എന്റെ പരുക്ക് കാണുമ്പോ ചിലപ്പോ അപ്പനെ മോനെ കയറി അടിക്കും. അവന്മാര് തല്ലുകൊള്ളണവരാ. എങ്കിലും തൽക്കാലം താക്കീത് കൊടുത്താൽ മതി. അതുകൊണ്ടാ അവനെ വഴിയിലിറക്കി വിട്ടത്, എന്നിട്ട് നിന്നെ കൂട്ടിയത്. ചതിയന്മാരാ. അതുകൊണ്ട് യുവമാടുത്തൊക്കെ വരുമ്പോ ആരെങ്കിലും കൂട്ടുന്നത് നല്ലതാണ്. അവന്മാരൊക്കെ പേടിത്തൊണ്ടന്മാരാടാ. അവന്മാരെ നേരിടാൻ ഞാൻ ഒരൊറ്റാള് മതി. എന്താടാ? ദേ അവന്മാര് വന്നിട്ടുണ്ട്. ആ ബുള്ളറ്റും കറണ്ട് സുനിലും. ദേ ആ ബുള്ളറ്റ് അവന്റെ കൂട്ടുകാരനും കൂടി മുറ്റത്ത് വന്ന് നിൽക്കുന്നു. അയ്യോ, ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞേക്ക്. ഏയ്, അച്ഛൻ അവന്മാരൊന്നും ചെയ്യില്ല. ഞാനിവിടെ ഇല്ലെന്ന് അച്ഛൻ പറഞ്ഞേക്ക്. അവളെവിടെ? നിന്റെ അമ്മ. അവളോട് പറ നമ്മൾ രണ്ടാളും ഇവിടെ ഇല്ലെന്ന്. അമ്മ അമ്പലത്തിലേക്ക് പോയിരിക്കുക. ഡോർ തുറന്നിട്ട് അച്ഛൻ സംസാരിക്കുക. ശരി. ആഹാ, അപ്പനിവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങള് കരുതിയത് ഭാര്യയെ പറഞ്ഞു വിട്ട് അപ്പനും മോനും ഇവിടെ ഇല്ലാന്ന് പറയിപ്പിക്കുന്ന. കള്ളം പറയുന്ന ശീലം എനിക്കില്ല. എടാ കിളവാ, വെറുതെ ഞങ്ങളെ ചിരിപ്പിക്കരുത്. നിന്റെ മോനുണ്ടോ ഇവിടെ? ഇല്ല. കേറി നോക്കണം അണ്ണ. മകനെ നേർവഴിക്ക് നടത്തേണ്ടത് ഒരപ്പന്റെ കടമയാ. അതറിയാവുന്നതുകൊണ്ട് പറയാ, അവനോട് മര്യാദക്ക് ജീവിച്ചോളാൻ പറയണം. നിന്നോടും, അതായത് നിന്നോടും മര്യാദയ്ക്ക് ജീവിക്കാൻ നീ തന്നെ നിന്നോട് പറയണമെന്ന്. അല്ലെങ്കിൽ വയസ്സാം കാലത്ത് വാരിയല് തകർന്നായിരിക്കും മരിക്കുന്നത്. ലോക്കപ്പിൽ കയറ്റി പാവങ്ങളുടെയൊക്കെ വാരിയല് പോലീസുകാരെ കൊണ്ട് തമ്പുരാൻ തകർക്കുമല്ലേ. നിരപരാധികൾ മുന്നിൽ നിന്ന് ചുമക്കുകയോ തുമ്മുകയോ ചെയ്താല് പിന്നെ ഗുണ്ടകളും പോലീസുകാരും ആയിരിക്കുമല്ലോ പിന്നെ അവരൊക്കെ കൈകാര്യം ചെയ്യുന്നത്. എന്നാ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്കും കിട്ടുമെന്ന് ഓർക്കുന്നത് നല്ലതാ. ജഗ, നീയുമായിട്ട് ഒരു മത്സരത്തിന് ഞാനില്ല. ശരിക്കു പറഞ്ഞാ നമ്മളൊക്കെ യോജിച്ച് പ്രവർത്തിക്കേണ്ടവരാ. മുന്നിലൂടെ വന്ന് ആണുങ്ങളെപ്പോലെ നെഞ്ചും വിരിച്ചു നിന്ന് വെല്ലുവിളിക്കുന്നവരെ ഞാൻ കൂട്ടത്തിൽ കൂട്ടാറുള്ളൂ. അല്ലാതെ ഭീരുക്കളുമായിട്ട് സന്ധി ചെയ്യുന്ന പരിപാടി ഇല്ല. നിനക്കും നിന്റെ മോനും ഇരുട്ടിന്റെ മറവിൽ വേണ്ടാത്ത പരിപാടി കാണിക്കാതെ അണ്ണം പറഞ്ഞ പോലെ നേർക്ക് നേരെ നിന്ന് തല്ലി തീർക്കാനുള്ള ധൈര്യമുണ്ടോ? എന്ത് ചെയ്യാന്? എന്റെ മോനെന്ന് പറയുന്നവനുണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നാലെ നടക്കാൻ ഞാൻ.
ആ മോനെന്ന് പറയുന്നവൻ എങ്ങനെയാ ഉണ്ടായത്? അവന്റെ സ്വഭാവം ഈ രീതിയിൽ അധപ്പതിക്കാനുണ്ടായ കാരണമെന്താ? 10 ഗുണം 10 ഗുണം. ഈ അച്ഛന്റെ മോൻ അങ്ങനല്ലാതെ പിന്നെ ഏത് രീതിയിലാണ് വളർന്നു വരണ്ടേ? എല്ലാം കണ്ടും കേട്ടും മടുത്തു. ഇനിയൊരു മത്സരത്തിനോ യുദ്ധത്തിനോ ഞാനില്ല. ഇത് ആണുങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ കേൾക്കാൻ നല്ല രസമായിരുന്നു. നീ നിന്റെ മോനും പറഞ്ഞതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമ്പോ തന്നെ മാറ്റി പറയും. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. പാവപ്പെട്ട ഒരു പെൺകൊച്ച് കല്യാണം കഴിഞ്ഞു പോയി. ആ കൊച്ചിനെ കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് ഒരാണത്തുള്ള ചെറുപ്പക്കാരനാ. നീയും നിന്റെ മോനും കൂടെ ഉണ്ടാക്കിയ നാണക്കേടും അപവാദവും ഒക്കെ അറിഞ്ഞിട്ടാണ് ജയലാൽ ദീപയെ കല്യാണം കഴിച്ചത്. പയ്യന് മാത്രമല്ല, പയ്യന്റെ വീട്ടുകാർക്കും മൊത്തം എല്ലാ സംഭവങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ നല്ലൊരു ജീവിതം ആ കുട്ടിക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. അവരുടെ ആ നല്ല ജീവിതത്തിനിടയിലേക്ക് പുഴുക്കുത്തു ബാധിച്ച മനസ്സുമായിട്ട് നീയും നിന്റെ മോനും കടന്നു ചെല്ലരുത്. ഇനി എന്നെങ്കിലും നിങ്ങളുടെ ശല്യം അവർക്കോ വില്ലേജ് ഓഫീസർക്കോ കുടുംബത്തിനോ ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ ഈ വീട്ടുപടിക്കിലേക്ക് വരുന്നത് പോലീസോ പട്ടാളോ ഒന്നും ആയിരിക്കില്ല, ഈ ഞങ്ങൾ തന്നെ ആയിരിക്കും. ഈ പറഞ്ഞതൊക്കെ ഈ മണ്ടൻ നിലയിൽ കയറിയോ? എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവനെ പോലെ തന്നെ കുറച്ചധികം പേരുണ്ട്. അവർക്കൊക്കെ അപ്പനെയും മോനെയും കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നെ കിടത്തിയതിന് പകരം ചോദിക്കാൻ ഞാനാ അവരെ തടഞ്ഞത്. വെറുതെ വയസ്സാം കാലത്ത് കൺമുന്നിൽ കിടന്ന മോനും വഴിയരികിൽ കടന്ന അപ്പനും ആൾക്കാരുടെ തല്ലുകൊണ്ട് മരിക്കണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം. ഇതൊരു താക്കീതായിട്ടോ ഭീഷണിയായിട്ടോ കരുതിക്കോ. വാടാ. നീ ഇപ്പൊ മനസ്സിൽ എന്താ പറഞ്ഞ? ഞാനൊന്നും പറഞ്ഞില്ല. വേണ്ടി വന്ന പറഞ്ഞതൊക്കെ വലിച്ചു പുറത്തിടാൻ ഞങ്ങൾക്കറിയാം. നീ എന്നെ മനസ്സിൽ ഇപ്പൊ ചീത്ത വിളിച്ചില്ലേ? ഞാനൊന്നും വിളിച്ചില്ല. എനിക്കറിയാം നീ എന്റെ അപ്പനെ വിളിച്ചെന്ന്. ഞാൻ അങ്ങനെ ഒരാളെ കാണാത്തത് കൊണ്ടും അങ്ങനെ ഒരാളെ അപ്പനെന്ന് വിളിക്കാത്തതും നിന്റെ ഭാഗ്യം. രാജാവിനെ പോലെ ജീവിച്ച എന്റെ വീട്ടിൽ വന്ന് എന്നെ ഇവനൊക്കെ ഒന്നും അല്ലാതാക്കുന്നത്. നീ ഇവിടെ നിൽക്കായിരുന്നു. അച്ഛനെ കൊലയാളികളുടെ മുന്നിലേക്ക് വിട്ടുകൊടുത്തിട്ട് ഒരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു മോൻ. അച്ഛനെ അവന്മാരെ ഒന്നും ചെയ്യില്ല. എന്നാൽ എന്റെ കാര്യം അതുപോലെയല്ല. തെലുങ്ക് സിനിമയിലെ നായകനൊന്നും അല്ലല്ലോ ഞാൻ. 5ഉം 6ഉം പേരെ ഒറ്റയ്ക്ക് നിന്ന് അടിച്ച് ശീലമുള്ള അവന്റെ അടുത്ത് ഞാൻ അത്രയ്ക്ക് വില പോവില്ല. ഇനി ഭാഗ്യലക്ഷ്മിയും കുടുംബത്തെയും ശല്യം ചെയ്യരുതെന്ന് അവൻ താക്കീതോടെ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഭാഗ്യലക്ഷ്മിക്കെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ഒക്കോ? ആ കേസിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. അവളെ കോടതി കയറ്റണം, ജോലി കളയണം. അവൾ ചെയ്ത കുറ്റത്തിന് ഒരു നല്ല വക്കീല് നല്ലതുപോലെ വാദിച്ച ചുരുങ്ങിയത് 3 വർഷമെങ്കിലും അവൾ അകത്ത് കിടക്കും. അതിന് അവരുടെ ഭർത്താവ് കേസ് ഏറ്റെടുത്തില്ലല്ലോ. ഭാര്യയ്ക്കെതിരെ ഭർത്താവിനെ വെച്ചിട്ട് വിധി അനുകൂലമാക്കുന്നതിൽ ഒരു സുഖമുണ്ട്. അതുകൊണ്ട് അയാളെ തന്നെ കേസ് ഏൽപ്പിച്ചത്. അപ്പോ അയാൾക്ക് കൊടുക്കത്ത ഒരു ജാട. അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാർ. കല്യാണ ദിവസത്തിന്റെ അന്ന് പോലും നമ്മൾ ഒരുപാട് സീനുണ്ടാക്കിയില്ലേ. സ്വന്തം ഭാര്യയോട് മാത്രം അയാൾക്ക് വെറുപ്പുള്ളത്, മക്കളോട് അത്രത്തോളം ഇല്ല. പ്രത്യേകിച്ച് മൂത്ത മോളോട്. അത് അയാൾ പലതവണ പറഞ്ഞിട്ടുമുണ്ട്. ആ വക്കീലൊരു പണക്കൊതിയന്. അതിലുപരി പണം കിട്ടിക്കഴിഞ്ഞാൽ ക്ഷണ നേരം കൊണ്ടത് ദൂർത്തടിച്ച് കളയുന്ന ആളും അയാള്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അയാൾക്ക് പണത്തിന്റെ ആവശ്യം കൂടുതൽ. അയാളുടെ ഭാര്യ നേരെ ചൊവ്വേ നടന്നിരുന്നെങ്കിൽ അയാളുടെ മോളുടെ കല്യാണം നമ്മൾ മുന്നിൽ നിന്ന് നടത്തി കൊടുക്കില്ലായിരുന്നോ? ഇവിടെ കല്യാണം മുടക്കാനുള്ള പണികളാ ചെയ്തത്. മോളുടെ കല്യാണം നടത്തിയതിലൂടെ അവൾ ജയിച്ചു കഴിഞ്ഞു.
ഇനി ഉയർന്ന തല താഴണമെങ്കിൽ അവളെ കോടതി ശിക്ഷിക്കണം. അന്നെന്റെ കള്ള് ഷാപ്പ് കത്തിയപ്പോ ആളിപ്പടരുന്ന തീയുടെ വെളിച്ചത്തിൽ അവളുടെ മുഖം ഞാൻ കണ്ടതാ. അവൾ ആ സമയത്ത് സന്തോഷം സഹിക്കാൻ വയ്യാതെ ചിരിക്കുന്നുണ്ടായിരുന്നു. അന്നേ ഞാൻ കുറിച്ചിട്ടതാ, ആ കേസ് കോടതിയിലെ തീരത്തുള്ളൂ. അതുമാത്രമല്ല, അനധികൃതമായി ഭൂമി കയ്യേറിയെന്നും പറഞ്ഞ് ഒരുപാട് കെട്ടിടങ്ങൾ അവൾ പൊളിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. അതൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുമുണ്ട്. ഈ കേസ് കഴിയുമ്പോൾ അതൊക്കെ താനെ പൊങ്ങി വന്നോളൂ. എന്നുവെച്ചാ ഒരിക്കൽ ജയിലിൽ പോകുന്നവർക്ക് പുറത്തിറങ്ങാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നർത്ഥം. ഇടയ്ക്ക് അവര് പുറത്തിറങ്ങും, അവരുടെ ഇളയ മകളുടെ ശരീരം കാണാൻ. വെള്ള പുതച്ച ശരീരം. കുറച്ചു ദിവസം കഴിഞ്ഞാൽ എനിക്കും ജയിലിലേക്ക് പോണം. അതിനു മുമ്പ് ഭാഗ്യലക്ഷ്മി അകത്താവുകയാണെങ്കിൽ ജഗനെ കൂട്ടുപിടിച്ച് നമ്മളെ ഭയപ്പെടുത്തുന്ന അവളെ കൊന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ. അത് നോക്കിയും കണ്ടുക ചെയ്താൽ മതി. ജഗനോട് നേരിട്ട് പൊരുതാനുള്ള ധൈര്യം നിനക്കില്ല, അതിനുള്ള കരുത്തും. നിനക്കറിയാലോ, അവനെപ്പോലൊരുത്തൻ ആളും തരവൊന്നും നോക്കിയല്ല തല്ലുന്നത്. എത്ര വലിയവനാണെന്ന് പറഞ്ഞാലും അവന് തല്ലണമെന്ന് തോന്നിയാൽ നേരെ വരും, തല്ലും. അത് അനുഭവിച്ചറിഞ്ഞ സ്ഥിതിക്ക് അവനെ കൂടുതൽ ചൊടിപ്പിക്കാത്തതാ നല്ലത്. ഭാഗ്യലക്ഷ്മി ജയിലിൽ പോയി കഴിഞ്ഞാലേ പിന്നെ പരോള് കഴിഞ്ഞ് നീയും പോണം. അതിനുശേഷം അധികം വൈകാതെ നിന്നെ ജയിലിൽ നിറക്കും. ആ സമയത്ത് ജഗൻ ഇവിടെ കാണില്ല. അതിനു മുമ്പ് കൊലയാളികൾ അവനെ തേടിയെത്തിയിരിക്കും. എന്റെ മുന്നിലിട്ട് അവനെ വെട്ടിക്കീറുകയും ചെയ്യും. നീ തിരിച്ചു വരുമ്പോ ആ വാർത്തയായിരിക്കും ആദ്യം കേൾക്കുന്നത്. മോളെ കെട്ടിച്ചുവിട്ട വീട്ടില് ആദ്യം വന്നിട്ട് ഇത്തിരി സന്തോഷത്തോടെ പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ മടങ്ങിപ്പോവാറ് പതിവ്. എന്നാ ഇവിടെ മനസ്സിൽ വല്ലാത്തൊരു ഭാരം വച്ചോണ്ടാ മോളെ ഞങ്ങൾ പോകുന്നത്. അമ്മ വിഷമിക്കണ്ട, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ നിന്നോളാം. ചേച്ചി അങ്ങനെ നിൽക്കുമെന്ന് അറിയാം. എങ്കിലും എത്ര പൊട്ടിത്തെറിക്കാത്തവരും പരിസരം മറന്ന് നില മറന്ന് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും. അതാ ലാലേട്ടന്റെ അമ്മയുടെയും ഇളയ പെങ്ങളുടെയും ഒക്കെ സ്വഭാവം. മൂത്ത പെങ്ങള് ചാരുവിനെ പോലെയാണോ മോളെ? അത്രത്തോളം കാണില്ല, എങ്കിലും കുറച്ചൊക്കെ അമ്മയുടെയും അനിയത്തിയുടെയും സ്വഭാവം കാണും. ഇവിടെയുള്ള മറ്റുള്ളവരെല്ലാം എങ്ങനെയായാലും ശരി, ലാലേട്ടനുള്ള സ്നേഹമുള്ള ആൾക്കാരെ കാണാനാ പ്രയാസം. തൽക്കാലം അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ജയലാലിന്റെ അമ്മ കുറച്ചു കഴിയുമ്പോ ജയിലിലേക്ക് പോവും. ഒരർത്ഥത്തിൽ മോളിപ്പോ ജയിലിലാണെന്നൊരു തോന്നല അമ്മയ്ക്ക്. അങ്ങനൊന്നും തോന്നണ്ട, ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്ന്. ഇപ്പോഴും എന്നെ അലട്ടുന്നത് അത് തന്നെയാ മോളെ. മോൾക്കുണ്ടായ ദുരന്തം. ഒരു ചെറിയ തെറ്റിന് പോലും ക്ഷമിക്കാത്ത ജയലാലിന്റെ അമ്മ അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. അമ്മ കൂടെ കൂടെ അതേപ്പറ്റി ചിന്തിക്കണ്ട, ഇങ്ങനെ പറഞ്ഞു വിഷമിക്കുകയും വേണ്ട. ലാലേട്ടനും അത്തരം ആശങ്കകളൊക്കെ കാണുമല്ലോ ചേച്ചി. ഞങ്ങൾ അതേപ്പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട് മോളെ. ഇനിയിപ്പോ എന്നെ ഈ വീട്ടിൽ നിന്ന് വെളിയിലാക്കിയാലും ലാലേട്ടൻ എന്നെ വിട്ടുകളയാനൊന്നും പോകുന്നില്ല. ആ സമയത്ത് ചേട്ടനെ പോലെ തന്നെ അനിയനും എന്റെ ഒപ്പം നിൽക്കാനാ സാധ്യത. ഞാൻ പറഞ്ഞത് മോൾക്ക് ഓർമ്മയുണ്ടല്ലോ. പിടിച്ചു നിൽക്കാൻ പറ്റാതായ അമ്മയെ വിളിക്കണം. ഞാൻ അടുത്ത നിമിഷം ഇവിടെ എത്തിക്കോളാം. അവര് മൂത്ത മരുമോളുടെ തലയടിച്ച് പൊളിച്ച് ജയിലിൽ പോയ ആളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ബന്ധത്തിൽ എന്തെങ്കിലും ഉലച്ചിലുണ്ടായാൽ അമ്മ ആരാണെന്ന് അവരറിയും. അതിലേക്കൊന്നും കാര്യങ്ങൾ പോവില്ല അമ്മേ. കല്യാണം കഴിയുമ്പോൾ പെൺകുട്ടികൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. ഭർത്താവുമായിട്ട് പുറത്തു പോകണമെന്നും അവരോടൊത്ത് സന്തോഷമായിട്ട് ഇരിക്കണമെന്നും ഒക്കെ. എന്റെ മോൾക്ക് ഇതിനൊക്കെയുള്ള സാഹചര്യം ഇല്ലെന്നറിയാം. വേറൊരു നിവൃത്തിയില്ലാത്തോണ്ടാ മോളെ ഇങ്ങനൊരു വീട്ടിലേക്ക് മോളെ പറഞ്ഞു വിടേണ്ടി വന്നത്. അമ്മ സങ്കടപ്പെടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. മോളെ നോക്കിയും കണ്ടുമൊക്കെ മുന്നോട്ട് പോണം. എന്തായാലും മോളുടെ അച്ഛനെ പോലെ ഒരാളല്ലല്ലോ മോൾക്കൊപ്പം ഉള്ളത്. അതെന്നും എപ്പോഴും അമ്മയ്ക്കൊരാശ്വാസമായിരിക്കും മോളെ. മോളുവാ.
പെൺകുട്ടികളുടെ ബന്ധുക്കള് വീട്ടിൽ വരുമ്പോഴും വിളിക്കുമ്പോഴുവാ അവരുടെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ടാ മുഖം നോക്കാതെ ഞാൻ ഓരോന്നും പറയുന്നത്. എന്നാലും എല്ലാത്തിനും ഒരു പരിധിയില്ലേ അമ്മേ? ആ പരിധി എവിടം വരെയാണെന്നൊന്ന് പറയാവോ? അല്ല, അങ്ങനെയാണെങ്കിൽ ആ പരിധിക്ക് താഴെ നിൽക്കാൻ അമ്മ ശ്രമിക്കാം. രാഗം ഓരോന്ന് പറയുമ്പോ ആദ്യം വിഷമം തോന്നുമെങ്കിലും പിന്നെ ആലോചിക്കുമ്പോ അതാ ശരിയെന്ന് തോന്നും. കൂടുതൽ എന്നെ അങ്ങ് പതപ്പിക്കണ്ട കേട്ടോ. എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ. ഇടയ്ക്ക് മുറയ്ക്കൊന്നും വരണ്ട, വിളിയും വേണ്ട. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഇതാണ് വീട്. ആ ബോധത്തോടെ ഇവളിവിടെ കഴിഞ്ഞാ കൊള്ളാം. അതുപോലെ തന്നെ അമ്മയും അച്ഛനെയും കാണണമെന്നും പറഞ്ഞ് പറഞ്ഞ പോലെ അച്ഛനില്ലല്ലോ. അമ്മയും അനിയത്തിയും കാണണമെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് പോകാനൊന്നും പാടില്ല.